എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിലെ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് അകന്ന് പ്രേക്ഷകർ. വൻതോതിലാണ് ടിക്കറ്റ് റദ്ദാക്കൽ നടക്കുന്നത്. ഇതിനിടെ തന്ത്രപൂർവ്വം തിരുകിയ ജിഹാദി അജണ്ടയ്ക്ക് പിന്നിലുള്ള താൽപര്യങ്ങളും ലക്ഷ്യങ്ങളും ചർച്ചയാവുകയാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണങ്ങൾക്കും സാധ്യത തെളിയുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എമ്പുരാൻ സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് അതിലെ ഉള്ളടക്കം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. കാരണം ഇത് മുൻ നിശ്ചയിച്ച പ്രകാരമല്ല, ഇതിൽ ചില തിരികെ കയറ്റലുകൾ കടന്നിട്ടുണ്ട് എന്നുള്ളത് അണിയറ പ്രവർത്തകർ പോലും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഈ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് പ്രേക്ഷകർ അകലുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വമായി ഒരു അജണ്ട സെറ്റ് ചെയ്തു എന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം വേണം എന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. നമുക്ക് എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഈ എമ്പുരാൻ ചിത്രം അത് പ്രേക്ഷകർ തുടക്കത്തിൽ, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് എങ്കിൽ സിനിമ കണ്ടതോടുകൂടി അതിൽ കൃത്യമായി തിരികെ കയറ്റിയ അജണ്ട ആദ്യ പ്രേക്ഷകർക്ക് തന്നെ വ്യക്തമായി. ഇതോടുകൂടി ഇത് വലിയ ചർച്ചയായി. കാരണം ഇടത് ജിഹാദി ആശയങ്ങളും അവരുടെ പ്രചരണ തന്ത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൃഥ്വിരാജ് തയ്യാറാക്കിയ എമ്പുരാൻ സിനിമ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് സാധാരണ പ്രേക്ഷകർ കൂടി മനസ്സിലാക്കിയതോടുകൂടിയാണ് തിയേറ്ററുകളിൽ നിന്ന് ആളുകൾ അകലാൻ തുടങ്ങിയത്. പലരും ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കുന്ന നിലയിലേക്ക് പോയി. വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണം നടക്കുകയും ചെയ്തു. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദേശീയത ഉയർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർക്ക് വളരെ വേദനയുണ്ടാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അതിലെ പല ഡയലോഗുകളും ഉണ്ടായിരുന്നത്, പല പരാമർശങ്ങളും ഉണ്ടായിരുന്നത്, പല ചിത്രീകരണ ഭാഗങ്ങളും അത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു. കൃത്യമായിട്ടാണ് ഇത്തരമുള്ള ഒരു അജണ്ട തിരികെ കയറ്റിയത് എന്നുകൂടി വ്യക്തമായി. കാരണം നടൻ മോഹൻലാലോ അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാലിനോ ഒന്നും തന്നെ അറിയാതെ പൃഥ്വിരാജ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ചുള്ള സീനുകളിൽ മോഹൻലാലിൻ്റെ സീനുകളിൽ ഒന്നും തന്നെ വരാത്ത നിരവധി ഭാഗങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ അടക്കം ചിത്രീകരണ ഭാഗങ്ങളടക്കം ഉൾപ്പെടുത്തുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് വലിയ തോതിൽ ഇടത് ജിഹാദികളുടെ അവരുടെ ഒരു ലക്ഷ്യം എങ്ങനെയാണോ, കാരണം നേരത്തെ വാര്യംകുന്നൻ എന്ന സിനിമയിലൂടെ വാര്യംകുന്നനെ വെളുപ്പിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല എന്ന ഘട്ടത്തിൽ കൃത്യമായ അജണ്ട മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റൊരു ചിത്രം തയ്യാറാക്കുന്നു. അതിന് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന പേരിൽ മോഹൻലാലിനെ അടക്കം സമീപിച്ചതിന് ശേഷം ഈ ഒരു കഥാതന്തു എന്താണ്, അല്ലെങ്കിൽ താൻ ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റു ചില ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിൻ്റെ യാതൊരു സൂചനയും നൽകാതെ അദ്ദേഹത്തെ കൂടി ഇത്തരത്തിൽ വഞ്ചിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. സ്വാഭാവികമായും ആദ്യ ദിവസത്തെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മോഹൻലാലിൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരുന്നു താൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതിൽ തിരികെ കയറ്റിയ കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളിൽ തന്നെ അത് പ്രകടവുമായിരുന്നു. തുടർന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടന്നത്. ഇതിനെതിരെ കൃത്യമായ വാക്കുകളിൽ, കൃത്യമായ കാര്യങ്ങളിൽ അത് ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. RSS ദേശീയ നേതാവ് A. ജയകുമാർ അടക്കം, ഒപ്പം തന്നെ ജെ നന്ദകുമാർ അടക്കമുള്ള ആളുകൾ, അവർ കൃത്യമായി തന്നെ ദേശീയത നേരിടുന്ന വെല്ലുവിളികൾ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണ്. അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ അത് പങ്കുവച്ചു. എന്താണ് എമ്പുരാൻ ലക്ഷ്യം വെക്കുന്നത്? ഇടത് ജിഹാദി കൂട്ടുകെട്ടിന്റെ താല്പര്യങ്ങളും ആശയ പ്രചരണത്തിനുമുള്ള ഒരു ഭാഗമാക്കി എമ്പുരാനെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്? കാരണം നേരത്തെ തന്നെ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന ലൈക്കയ്ക്ക് ഇത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ ലൈക്ക ഇതിന്റെ ഒരു വിവാദം ഭയന്ന് പിന്നീട് പിന്മാറി. കാരണം സ്വാഭാവികമായും ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. രാജ്യത്താകെ പല ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ആഗോള പ്രദർശനത്തിന് തയ്യാറെടുക്കുന്ന ഒരു ചിത്രമാണ്. സ്വാഭാവികമായും വലിയ ബഡ്ജറ്റ് മുടക്കിയതിന് ശേഷം പ്രതിഷേധങ്ങൾ നടന്നു കഴിഞ്ഞാൽ, രാജ്യത്താകെ ദേശീയ ശക്തികളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സിനിമയ്ക്ക് ഉദ്ദേശിച്ച കളക്ഷനിലേക്ക് കടക്കാൻ കഴിയില്ല. തങ്ങൾക്കത് വലിയ സാമ്പത്തിക നഷ്ടമാകുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യ നിർമ്മാതാക്കൾ പിന്മാറി. അവിടെയാണ് പിന്നീട് ഗോകുലം ഗോപാലിന് എത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അജണ്ട തിരികെ കയറ്റിയ കാര്യം ഗോകുലം ഗോപാലിനും നിർമ്മാതാവിന് അറിയില്ലായിരുന്നു, ഗോകുലം മൂവീസിന് അറിയില്ലായിരുന്നു. പിന്നീട് ഈ സിനിമ കാണുന്ന ഘട്ടത്തിൽ മാത്രമാണ് മോഹൻലാലും ഗോകുലം ഗോപാലിനും അടക്കമുള്ള ആളുകൾ അജണ്ട മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നു? അടുത്ത കാലത്ത് തുടർച്ചയായി ഇറങ്ങുന്ന നിരവധി സിനിമകളിൽ ഇത്തരത്തിൽ ആശയ പ്രചരണങ്ങൾ വേണ്ടി, ജിഹാദി ആശയ പ്രചരണത്തിന് വേണ്ടി എന്തിന് മനഃപൂർവ്വമായി തന്നെയുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ശക്തമായി
ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നത്. അക്കാര്യം ചൂണ്ടിക്കാണിച്ച് നിരവധി ആളുകൾ ഈ പരാതികളുമായി ഒപ്പം തന്നെ ഈ ഒരു ആവശ്യങ്ങളുമായി തുടർച്ചയായി തന്നെ രംഗത്ത് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് പിന്നിലുള്ള ആളുകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണമെന്ന ഒരു ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. അത് ആരാണെങ്കിലും തന്നെ സംവിധായകൻ പൃഥ്വിരാജ് ആണെങ്കിലും മറ്റ് അണിയറ പ്രവർത്തകർക്കാണെങ്കിലും തിരക്കഥാകൃത്താണെങ്കിലും എല്ലാം തന്നെ നിശ്ചിത ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഭാഷണ ഭാഗങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത് എങ്കിൽ, പ്രത്യേകിച്ച് ഗോദ്രയിൽ രാമസേവകർ രാമഭക്തർ കൊല്ലപ്പെട്ട സംഭവം അടക്കം അത് മറച്ചു വെച്ചുകൊണ്ട് അതിനുശേഷം നടന്ന ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് മതവൈര്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ഒരു മതവിഭാഗത്തെ നേരെ അതിക്രമങ്ങൾ നടന്നു എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും രാജ്യത്തിന് എതിരാണ്, രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തിന് എതിരായി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള പ്രചരണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ കുറയുന്നത്. ശരി ജിജേഷ്, എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിലെ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് അകന്ന് പ്രേക്ഷകർ വൻതോതിലാണ് ടിക്കറ്റ് റദ്ദാക്കൽ നടക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.